വാൽമീകി രാമായണമാണ് ഏറ്റവും പഴയ രാമായണമായിട്ട് നമ്മൾ സങ്കല്പിക്കുക. അതിൽ തന്നെ ഫാദർ കാമൽ ഉൽക്കയാണ് വളരെ ആഴത്തിൽ അതിനെ സംബന്ധിച്ച് പഠിച്ചത്. പല ഭാഗങ്ങളും പ്രക്ഷിപ്തമാണെന്നാണ് ഫാദർ കാമൽ ഉൽക്ക പറയുന്നത്. യുദ്ധകാണ്ഡത്തിൻ്റെ ഒരു ഭാഗം വരെയുള്ളൂ ആദ്യകാല രാമായണം എന്ന് പറയാവുന്നത്. രാമൻ ജനിച്ചു എന്ന് പറയുന്ന കഥ ഉൾപ്പെടെയുള്ള ബാലകാണ്ഡം പ്രക്ഷിപ്തമാണെന്നാണ്, പിന്നീട് ചേർത്ത് വളരെ പിൽക്കാലത്ത് ചേർക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഇപ്പം അയോധ്യ എന്ന് പറഞ്ഞാൽ ആദ്യകാലത്തൊരു ബുദ്ധിസ്റ്റ് സങ്കേതമാണെന്നാണ് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. ആ ബുദ്ധിസ്റ്റ് സങ്കേതമാണ് ബ്രാഹ്മണ സങ്കേതമായി മാറുന്നത്. അത് നമുക്ക് വാൽമീകി രാമായണത്തിൽ അയോധ്യകാണ്ഡത്തിൽ നിന്ന് തന്നെ വളരെ കൃത്യമായ തെളിവ് ലഭിക്കുന്നുണ്ട്. എന്തായിരിക്കണം അയോധ്യ? അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രാഹ്മണന്മാർ പറയുന്നത് കേട്ട് ക്ഷത്രിയന്മാർ നാട് ഭരിക്കണം, ശൂദ്രന്മാർ ദ്വിജന്മാരെ സേവിക്കണം, അവിടെ വൃത്തികെട്ട മനുഷ്യരുണ്ടാകാൻ പാടില്ല, ജാതിഹീനന്മാരുണ്ടാകാൻ പാടില്ല എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അയോധ്യയെ സംബന്ധിച്ചൊരു സങ്കല്പം ആവിഷ്കരിക്കുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അത്ര ഒരു സങ്കല്പം ആവശ്യമായി വരുന്നത്? അത്ര ഒരു സങ്കല്പം ആവശ്യമായി വരുന്നത് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് ആര്യന്മാർ പിടിച്ചടക്കാൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ആഖ്യാനം സൃഷ്ടിക്കപ്പെടുന്നത്.